പുളി കലക്കി വെച്ച് പിന്നെ ഉപ്പിട്ടു പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ ശർക്കര അത് പുളി ഒന്ന് തിളച്ചിട്ട് പച്ചമുളക് ഇഞ്ചി ഇടുക പിന്നെ ശർക്കര ഇടുക അതിങ്ങനെ കുറി ഇങ്ങനെ ചെറിയ അടുപ്പത്തിലെ ഒക്കെ വറകടുപ്പിലല്ലേ നല്ല നാടൻ രീതിയില്ലേ കാണാൻ തന്നെ നല്ല രസം. ഇതൊക്കെ കുറെ സാധനം ചേർക്കാണ്ടല്ലേ? ഇത് കുറെ കാലങ്ങൾ ചെയ്യണിങ്ങനെ അറിയാലേ? അമ്പലത്തിലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ? ഭക്ഷണം അങ്ങനെയാണ് ഇത് ചെയ്യണില്ലേ? പിന്നെ കടല കച്ചവടം ഉണ്ടല്ലേ? ഒക്കെ പാടല്ലേ? നാടൻ മോര് കടലൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഈ പുളിഞ്ചിന്റെ പറഞ്ഞപ്പോ നോക്കാൻ കാണാൻ കരുതിയത് നല്ല രസമുള്ള സാധനം എല്ലാവരും പറയണൊക്കെ ഉണ്ട്. പോകണ്ടല്ലേ? സ്കൂൾ ബസ്സിലും പോകണ്ട. കഴിഞ്ഞിട്ട് സമയം അതിൽ ബാക്കി സമയത്താണ് ചെയ്യണില്ലേ? ഗ്യാപ്പ് കിട്ടിയപ്പോൾ കാര്യല്ലേ? പോവില്ല. തിരിച്ചു പോവില്ല. ഇതൊന്ന് കുറുകി കിട്ടണല്ലോ ഞാൻ. ഇത് നല്ലോണം കുറുകി കിട്ടിയാൽ പിന്നെ ഓരോരോ ഐറ്റംസ് ഇത് ചേർക്കല്ലേ? അങ്ങനെ കാണാൻ തന്നെ അടിപൊളി. നല്ല നാടൻ രീതിയിൽ പുളിഞ്ചി നല്ല തിളച്ച് വരുന്നതാണ്. അടിപൊളി പരപ്പ ചേർക്കല്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ ചേർക്കണില്ലേ? അതിൻ്റെ ചെറിയൊരു സ്മെല്ല് ഇട്ടാണ്ടല്ലേ? ഏകദേശം വാങ്ങാനായില്ലേ? ഞാൻ പൊടികൾ ഇട്ടാ മതില്ലേ? ഏകദേശം കുറുകിയില്ലേ കേട്ടോ? ഏകദേശം കുറുകിയില്ലേ? നല്ല കുറുങ്ങനായി വന്നു. നല്ല കളറൊക്കെ വന്നല്ലോ അല്ലേ? ശർക്കരന്റെയും ആ പുളിന്റെയും മുളകിന്റെയും കാണുമ്പോ തന്നെ ഒരു പോലെ തോന്നി. നല്ല അടിപൊളിയായിട്ട് പുളിഞ്ചി അല്ലേ? ഏകദേശം കുറുകി. ഇനിയിപ്പോ എള്ളും ഇതൊക്കെ ചേർക്കണല്ലേ? കടുക് വറുത്ത് നല്ല നാടൻ രീതിയിൽ. ഇനി എള്ള് കടുക് വറുത്തു അല്ലേ? ഏകദേശം കുറുകില്ലേ കേട്ടോ? ഏകദേശം നല്ല കുറുകി അല്ലേ? ഏകദേശം ഈ ഒന്നുകൂടി ഇത് ഞാണല്ലോ. ഞാൻ തണുക്കുമ്പോ ഒന്നുകൂടി കുറുകൂലേ? ഏകദേശം നല്ല കുറുകൽ കുറുകി കേട്ടോ. ഇത് എള്ള് വറുക്കല്ലോ? അയക്കണല്ലേ? ഇത് പൊടിക്കാതെ അങ്ങനെ ഇട്ടല്ലേ? ഇത് പൊടിക്കണല്ലേ എള്ള്? കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടല്ലോ. നല്ലൊരു പുളിഞ്ചിന്റെ സ്മെല്ല്. അടിപൊളി സ്മെല്ല്. നല്ല നാടൻ രീതിയിൽ പുളിഞ്ചി ഉണ്ടാക്കി കേട്ടോ. കടുക് വറുത്തിട്ടല്ലേ കേട്ടോ? എള്ള് വറുത്തിട്ടല്ലേ? എള്ളില്ലേ? ഏകദേശം നല്ല കുറുകി എള്ള് വറുത്തിട്ടാണ് നമ്മൾ എള്ള് വറുക്കാണ്ടിന്. എള്ള് നമ്മൾ പൊടിക്കാണില്ല, ചൂടാക്കി വറുത്ത അല്ലേ? നല്ല നാടൻ രീതിയിൽ പൊടിക്കാണ് എള്ള്. പൊട്ടിയില്ലേ കേട്ടോ? ഏകദേശം ഇതായില്ലേ? റെഡി ആയില്ലേ? ഏകദേശം ലാസ്റ്റ് അല്ലേ? ചെറിയ കുറച്ച് വെളിച്ചെണ്ണയിൽ വറവിട്ടില്ലേ? ഇപ്പൊ റെഡി ആയില്ലേ? കടുക് വറുത്തിട്ടില്ല കേട്ടോ? അടിപൊളി. മാഷാ അല്ലാഹ് അടിപൊളി. നല്ല പാകത്ത് കുറുകില്ലേ?